ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ദിവസത്തെ ഫ്രൈഡേ ആണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എണീക്കുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും, ഏകദേശം ഒരു 9:30-10 മണിയാകുമ്പോൾ. വെള്ളിയാഴ്ച പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും കിടക്കണമെന്നുണ്ട്, പക്ഷെ ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് തന്നെ രാവിലത്തെ ആദ്യത്തെ പരിപാടി പല്ലൊക്കെ തെച്ചൊന്ന് ഫ്രഷ് ആകുക. അങ്ങനെ ഒരു 9:45 കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രഷപ്പായി കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ എല്ലാ ദിവസത്തെയും ബ്രേക്ക്ഫാസ്റ്റ്. അതായത് തലേ ദിവസം തന്നെ രാത്രി ഓട്സും വീറ്റ് ബ്രെഡും പഴവും ഡേറ്റ്സും പാലൊഴിച്ച് സോക്ക് ചെയ്ത് വയ്ക്കും. എന്നിട്ട് രാവിലെ 2 ബോയിൽഡ് എഗ്ഗുമായിട്ട് അതങ്ങ് കഴിക്കും. വെള്ളിയാഴ്ച എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഏകദേശം ഒരു 10 മണിയിലും കഴിയും. മുമ്പ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പിന്നെ ഈ ഒരു കഴിഞ്ഞ ഒരു മാസമായിട്ടാണ് ഇങ്ങനെ ചെയ്തു തുടങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം ഫോണൊക്കെ നോക്കി നാട്ടിലേക്ക് കോൾ ചെയ്യും. അങ്ങനെ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമാവും. ഞാൻ ഏകദേശം ഒരു 12 ആകുമ്പോൾ തന്നെ ക്യാൻറ്റീനിലേക്ക് പോകും. കാരണം വേറെ കൊണ്ടല്ല, വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും പള്ളി വിട്ട് ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ ക്യാൻറ്റീൻ മൊത്തം റഷാവും. ഉച്ചയാണ്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ വെയിലും ചൂടൊക്കെ ഉണ്ട്. ഇപ്പോൾ ചൂട് സമയമാണല്ലോ. ഇതാണ് ഞങ്ങളുടെ ക്യാൻറ്റീൻ്റെ ഉൾവശം. അത്യാവശ്യം നല്ല രീതിയിൽ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു സമയത്ത് എന്നാൽ അങ്ങനെ ആരും കാണത്തില്ല. ആദ്യം ഞാൻ നേരെ പോകുന്നത് ലൈവ് സെക്ഷനിലേക്കാണ്. ഇന്നത്തെ ലൈവിലുണ്ടായിരുന്നത് ബർഗർ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തു. ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ മെനുവിലുള്ള ഐറ്റം ആട്ടോ. ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. ഓരോ ദിവസവും ഇങ്ങനെ മെനു മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ലഞ്ചിൻ്റെ എടുത്തത് ഇതൊക്കെയായിരുന്നു: മുട്ടയും ചിക്കനും റൈസും കുറച്ച് സാലഡും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്ത ബർഗർ റെഡിയായി. അങ്ങനെ ആ ബർഗറും കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ബർഗറൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ബർഗർ മാത്രമല്ല കേട്ടോ, ഒരു ഹോട്ട് ഡോഗ് കൂടെ ഉണ്ടായിരുന്നു, അത് വിട്ടുപോയി. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫ്രൂട്ട്സിലേക്കാണ്. സീസണൽ ഫ്രൂട്ട്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സീസൺ മാറുന്നതനുസരിച്ച് ഫ്രൂട്ട്സ് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് തണ്ണിമത്തനും സ്വീറ്റ് മെലനും പൈനാപ്പിളുമാണ്. ലഞ്ചൊക്കെ കഴിച്ച് ഉറങ്ങാറില്ല, ഫോൺ നോക്കി ചുമ്മാ ഇങ്ങനെ ഇരിക്കും. ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നേരെ ഓഫീസിലേക്ക് പോകും. വേറൊന്നുമല്ല, ഒരു മെയിൽ അയക്കണം. ഇത് ഡെയിലി അയക്കുന്ന മെയിലാണ്. സാധാരണ വെള്ളിയാഴ്ച ഞങ്ങളൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബീച്ചിൽ പോകാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ബീച്ച് ക്ലോസ് ആണ്. പിന്നെ വീണ്ടും പതിവ് പോലെ ഒരു 7 മണി വരെ ഫോൺ നോക്കി സമയം കളയും. അത് കഴിഞ്ഞ് നേരെ ഡിന്നർ കഴിക്കാൻ പോകും. ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നറും കഴിച്ച് ഏകദേശം ഒരു 10-10 ആകുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങും. ഒരു പ്രവാസി എന്ന നിലയിൽ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു വെള്ളിയാഴ്ച.